അതാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം അതീവ അപകടം തന്നെയായിരുന്നു. എവിടെയാണ് കിണറുകളും കുഴികളും എന്നുപോലും അറിയാത്ത സാഹചര്യം. തകർന്ന വീടുകളിലെ കമ്പികൾ തുളച്ചുകയറി പരിക്കേറ്റവർ ഒട്ടേറെ. വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്തെ മണ്ണിൽ കുത്തിയിരുന്ന് ഏങ്ങലടിക്കുന്നവരെ മാത്രമാണ് നമ്മൾ തുടക്കത്തിൽ അവിടെ കണ്ടത്. ഒരു തരി ശ്വാസമില്ലാതെ മണ്ണിൽ പൂണ്ടും മരത്തടികളിൽ ചുറ്റിപ്പിണഞ്ഞും പാറക്കല്ലുകളിൽ തലയടിച്ചും കുത്തിയൊഴുക്കിൽ ഇല്ലാതായ മനുഷ്യജീവനുകൾ മാത്രം അവശേഷിച്ച ദുരന്തഭൂമി. ആ ദുരന്തഭൂമിയിലേക്കാണ് ഒരു പറ്റം സന്നദ്ധ പ്രവർത്തകരിറങ്ങിയത്, സൈന്യമിറങ്ങിയത്, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്നാണ് ഒരുപാട് ജീവനുകൾ മണ്ണിൽ പൊതിഞ്ഞെങ്കിലും ബാക്കിയായ ഒരു തരി ജീവനെങ്കിലുമുള്ള ഒരുപാട് ജീവനുകളെ കരയ്ക്ക് കയറ്റിയത്, ആശ്വസിപ്പിച്ചത്. കരഞ്ഞു തീർന്ന് കണ്ണു ചുവന്ന് രാവുറങ്ങാതെ കാത്തിരിക്കുന്ന അനേകം ആളുകൾ മാത്രമാണ് നമ്മൾ അവിടെ കണ്ടത്. ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ട് തിരികെ പോകാൻ വീടില്ലാത്ത സാധാരണക്കാരായ കുറേ മനുഷ്യരെ. പക്ഷേ ഒന്ന് മാത്രമേ നമുക്ക് എപ്പോഴും പറയാനുള്ളൂ, ഈ നാടിന്റെ പേര് അത് കേരളമെന്നാണ്. ഈ നാട്ടിലുള്ളത് സ്നേഹം മാത്രമുള്ള ഒരുപാട് നല്ല മനുഷ്യരാണ്. നമ്മൾ ഈ ദുരന്തത്തെയും അതിജീവിക്കും. ഈ ദുരന്തത്തിലും നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലടക്കം എന്താണ് തങ്ങളുടെ നാടിന് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാതെ കഴിയുന്ന കുറേ ആളുകളുണ്ട്. അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ മാനസികാവസ്ഥ പോലും എന്തെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത സാഹചര്യം. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രമാത്രം സജ്ജമാണ്. അവരെയും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ കൃത്യമായ തിരച്ചിൽ, ഇന്ന് ആസൂത്രണത്തോടെയുള്ള തിരച്ചിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അവിടെ നടക്കുന്നുണ്ട്. ഒരു ജീവനെങ്കിലും, ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ആ മണ്ണിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ആസൂത്രണത്തോടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. മണ്ണിനടിയിൽ പെട്ടുപോയ ഉറ്റവരെ തിരഞ്ഞിരിക്കുന്ന ഒരുപാട് മനുഷ്യർ മേപ്പാടിയിലടക്കമുണ്ട്. അവരിലേക്ക് തങ്ങളുടെ ബന്ധുക്കളുടെ മൃതദേഹങ്ങളെങ്കിലും എത്തിക്കാനുള്ള ശ്രമം അത് നടക്കുന്നുണ്ട്. ഇന്ന് ഏറെ ഇതിൽ വേദനിപ്പിക്കുന്നത് ഇന്നും മരണസംഖ്യ ഒരു പക്ഷേ ഉയർന്നേക്കാമെന്നുള്ള വിവരങ്ങളാണ്. 200-ൽ പരം ആളുകളെ ഇനിയും കാണാമറയത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയ ദുരന്തത്തിലേക്കാണ് വീണ്ടും പോകുന്നത്, എത്രമാത്രം വലിയ മരണസംഖ്യയിലേക്കാണ് ഈ നാട് പോകുന്നതെന്നും ഏറെ ഞെട്ടലോടുകൂടി കേൾക്കേണ്ടതാണ്. നെഞ്ചുപിടയാതെ ഈ വാർത്ത ഓരോ ദിവസവും വായിക്കാൻ പോലും കേൾക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം മൃതദേഹങ്ങൾ കിട്ടുമ്പോൾ അത് അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും സാധിക്കാത്ത അത്രമാത്രം വേദനയോടുകൂടി മാത്രമേ നമുക്കതൊക്കെ പറയാൻ പോലും സാധിക്കുള്ളൂ. മേപ്പാടിയിൽ നിന്ന്